ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു അടിപൊളി മോരുകാച്ചി ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, വളരെ ടേസ്റ്റി ആയതുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമുക്കതിലേക്ക് വേണ്ടത് ഉലുവ വേണം, കടുക് വേണം, ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, വെളുത്തുള്ളി, പിന്നെ നമ്മളെ ഉണക്കമുളക്, കറിവേപ്പില, അതിലേക്ക് കുറച്ച് അരപ്പ് വേണം. തേങ്ങയും അതിൽ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അരച്ചെടുത്തതാട്ടോ. പിന്നെ കടയിൽ നിന്ന് നല്ല നാടൻ തൈര വാങ്ങിയത്, അത് മിക്സിയിൽ ഇട്ടൊന്ന് മോരാക്കി അടിച്ചെടുക്കണം. ഇത്രയും റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ കറി റെഡിയാക്കാം. ചൂടായ ചട്ടിയിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാടൻ എന്നുള്ളൊരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതാട്ടോ. സത്യം പറഞ്ഞാൽ ഏത് വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് കൂടുക. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മളെ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഇങ്ങനെ ചിരി പൊട്ടി ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുക, ഒന്ന് കരിയാതിരിക്കാനാട്ടോ. ഇനി അതിലേക്ക് നമ്മളെ ചുവന്നമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ അരപ്പിൽ ചേർക്കുന്നത് പറഞ്ഞാൽ എന്നാലുള്ളൂ നമ്മളെ മോര് കാച്ചിക്ക് ഒരു കളറ് വരിക. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണേക്കാളും അതിലും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കളറ് കിട്ടും. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ അടിച്ച് വെച്ച തൈരില്ലേ, മോരാക്കി, അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് പിരിയും ചിലപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ നല്ലവണ്ണം ഇളക്കിയിട്ട് ഓവറായിട്ട് തിളപ്പിക്കുകയും ചെയ്യേണ്ട. ചെറിയ സിമ്മിലിട്ടിട്ട് മതി ഇതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ തള വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ വേണം നമുക്കിതിൽ അരപ്പ് ചേർക്കാം. ഓവറായിട്ട് തിളച്ച പിരിയും പറയുന്നത് ഇതാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ നോക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മളതിൽ ചെറിയ ആവി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അധികം തിളയ്ക്കേണ്ട കാര്യമില്ല തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ. അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ മുകളിലൊന്ന് വിതറി ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് സെറ്റാവും. നമ്മൾ അടിപൊളി മോര് കാച്ചി ഇവിടെ റെഡിയായി. നമുക്ക് ഉണ്ടാക്കിയ 2 ദിവസത്തിനൊക്കെ നമുക്കിത് കൂട്ടാം. പിറ്റേന്നേക്കാണ് കൂടുതൽ ടേസ്റ്റ് ഇതിന്. അപ്പം എല്ലാവരും മോര് കാച്ചി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ശരി, ടാറ്റാ.